കുറച്ച് കാലമായിട്ട് ഞാൻ ചെയ്യുന്ന പണിയാണ് പ്ലെയിൻ പറത്തലും റോക്കറ്റ് വിടലും വടയുണ്ടാകലും അങ്ങനെ എന്തൊക്കെയൊക്കെയാണ്. എന്നാൽ വല്ല ക്ലയൻറ്റ് വർക്ക് കിട്ടണമെങ്കിൽ ഈ പ്ലെയിൻ പറത്തിക്കൊണ്ട് നടന്നാൽ പോരാ, പോർട്ട്ഫോളിയോ കാണാൻ കൊള്ളാവുന്ന എന്തെങ്കിലും നല്ലത് വേണം. ടെക് പ്രോഡക്റ്റ് വിഷ്വലൈസേഷനൊക്കെ പോലെ. യെസ്, ഇന്നത്തെ പരിപാടി പ്രോഡക്റ്റ് വിഷ്വലൈസേഷനാണ്. അതിനാദ്യം നല്ലൊരു പ്രോഡക്റ്റ് വേണം. എനിക്ക് പിന്നെ പ്രോഡക്റ്റ് തരാൻ കുറേ കമ്പനികളുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഒരു തട്ടിപ്പ് പ്രോഡക്റ്റ് ഉണ്ടാക്കി. തേങ്ങാസ് മാങ്ങാച്ചാർ. തേങ്ങ ചേർത്തരച്ച മാങ്ങാച്ചാർ എന്നൊന്നുമല്ല, തേങ്ങ ബ്രാൻഡിൻ്റെ സ്വന്തം മാങ്ങാച്ചാർ, ലൈക്ക് ബ്രാഹ്മിൻസിൻ്റെ മുളക് പൊടിയൊക്കെ പോലെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഈ പ്രോഡക്റ്റ് വിഷ്വലൈസേഷൻ കൊണ്ട് ക്ലയൻസൊക്കെ നമ്മൾ തേടി വരുമെന്ന്. ഇന്നത്തെ തിരക്കേറിയ ലോകത്ത് 8 ബൂട്ട് പോളിഷ് ചെയ്ത് മാത്രമേ ഒരു അതല്ല. അതായത് ഇന്നത്തെ തിരക്കേറിയ ലോകത്ത് എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസിനും മാർക്കറ്റിംഗ് അത്യാവശ്യമാണ്. ഈ ചില കൊള്ളാത്ത സിനിമകളൊക്കെ മാർക്കറ്റിംഗ് കൊണ്ട് സക്സസ് ആകുന്നത് കണ്ടിട്ടില്ലേ. നല്ല രീതിയിലുള്ള പ്രോഡക്റ്റ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ക്ലയൻസ് തോന്നും ഇവൻ കൊള്ളാം, നമുക്ക് ഈ പണി ഇവനെ ഏൽപ്പിക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കലാപരിപാടികൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് അനിമേഷൻ, ക്യാമറ അനിമേഷൻ, സാമ്ര അനിമേഷൻ, അതുപോലെ സാമ്രയുടെ തുണി അനിമേഷൻ, മാങ്ങയെ പീസ് ആക്കുന്നത്, അതുപോലെ അനിമേഷൻ മോഡിഫയേഴ്സ് പറഞ്ഞുകൊണ്ട് കേട്ടോ. പിന്നെ ടെക്സ്ചർ സ്വിച്ച് അത് കേട്ടിട്ടുണ്ടോ? കാണിച്ചു തരാം. ഫൈനലി ലൈറ്റിംഗ്. ആദ്യം തന്നെ ഒബ്ജക്റ്റ് അനിമേഷൻ പഠിക്കാം. നമ്മുടെ മാങ്ങ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പൊങ്ങി വരുന്നതാണ് അനിമേഷൻ. ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, മാങ്ങ മാത്രമല്ല അനിമേറ്റ് ആവുന്നത്. മാങ്ങയെ സാമ്രായി വെട്ടി തുണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ കഷ്ണങ്ങൾ അനിമേറ്റാകും. മാങ്ങ ഇട്ട് വയ്ക്കുന്ന ജാർ അനിമേറ്റാകും. ഇതിനെല്ലാം അനിമേറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു മെയിൻ ഒബ്ജക്റ്റ് അതിനെ അനിമേറ്റ് ചെയ്തതിന് ശേഷം ഇവറ്റകളെല്ലാം കൂടി അതിനകത്ത് പേരൻറ്റ് ചെയ്ത് കൊടുക്കുക. അതല്ലേ നല്ലത്. അതുകൊണ്ട് ഞാൻ സ്കെച്ച് ഫാബിൽ പോയി ഈ മാങ്ങ അങ്ങോട്ട് തൂക്കി, എന്നിട്ട് CG ട്രെയിലറിൽ പോയി ഈ ജാർ അങ്ങോട്ട് തൂക്കി, എന്നിട്ട് കട്ട് ചെയ്യാനുള്ള ഈ പിച്ചാത്തിയും അങ്ങ് തൂക്കി. ഇതിനെ അനിമേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം ഇതിനെ അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ട് വയ്ക്കുക, കീ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ട് വയ്ക്കുക, കീ കൊടുക്കുക. പിന്നെ കുറച്ച് താഴെയായിട്ട് കൊണ്ടുവച്ച് വീണ്ടും കീ കൊടുക്കുക. പക്ഷേ ഇത് മുകളിലോട്ടും താഴോട്ടും സ്മൂത്തായിട്ട് പോവുകയാണ്. നമുക്കിതിനെ കുറച്ച് ഗ്രാവിറ്റിയൊക്കെ ഫീൽ ചെയ്യണം. അതിന് നമ്മൾ ഗ്രാഫ് ഫിൽറ്റർ ഓപ്പൺ ചെയ്തിട്ട് ഈ നടുക്കത്തെ കീ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഈ 2 കമ്പും വലിച്ച് നീട്ടി 2 അറ്റത്ത് കൊണ്ടുവയ്ക്കുക. ഇനി പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ആ ഗ്രാവിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പൊങ്ങി വരുന്നു, അവിടെ കുറച്ച് നേരം ഹോൾഡ് ആകുന്നു, പിന്നെ പതിയെ സ്പീഡ് കൂടി താഴോട്ട് വരുന്നു. പക്ഷേ താഴെ വന്ന് ഉടനെ നിർത്തരുത്. ഒരു 2-3 ഫ്രെയിംസും കൂടി മുകളിലോട്ടും താഴോട്ടും ചെറുതായിട്ട് മൂവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും. അത് കഴിഞ്ഞ് മാങ്ങയെ കുറച്ച് മുൻപോട്ട് കൊണ്ടുവച്ചിട്ട് സ്പീഡും ആംഗിളും ഒക്കെ ഗ്രാഫിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് അനിമേഷൻ. ഇതിലേക്കാണ് നമ്മുടെ മറ്റ് ഒബ്ജക്റ്റുകൾ പാരൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ക്യാമറ അനിമേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ മാങ്ങയോടൊപ്പം ക്യാമറ പോകണം. കേട്ടില്ലേ, ക്യാമറയും കൂടെ ചാടുക എന്നൊക്കെ. മാങ്ങയുടെ പുറകെ ക്യാമറയെ കൊണ്ടുപോയി കീ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ക്യാമറ സെലക്ട് ചെയ്തതിനു ശേഷം കൺസ്ട്രെയിൻസ് ടാബിൽ വന്നിട്ട് ഒരു ട്രാക്ക് 2 എന്ന് പറയുന്ന കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യുക. അതിലെ ടാർഗറ്റ് നമ്മുടെ മാങ്ങ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ മാങ്ങ എങ്ങോട്ട് പോയാലും ക്യാമറയും പുറകെ പോകും. എനിക്ക് തൻ്റെ പിന്നാലെ നടക്കാനില്ല, ഒപ്പം നടക്കാനിഷ്ടം. ക്യാമറ പുറകെ പോകില്ല, ക്യാമറ അതിനെയുമായി നോക്കിയിരിക്കും. ഇതിൻ്റെ മറ്റൊരു ട്രിക്കും കൂടി പറഞ്ഞുതരാം. നമ്മുടെ ഒറിജിനൽ ക്യാമറയിൽ നമ്മൾ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാറില്ലേ, അതുപോലെ മാങ്ങ അണ്ടർഗ്രൗണ്ടിലിരിക്കുമ്പോൾ ഫോക്കൽ ലെങ്ത് ഒരു 100 പിടിക്കുക. എന്നിട്ട് ഈ ഫോക്കൽ ലെങ്ത്തിന് കീ കൊടുക്കുക. പിന്നെ ഈ മാങ്ങ തിരിച്ച് താഴെ വന്ന് വെട്ടാൻ പാകത്തിൽ നിൽക്കുന്ന സമയത്ത് 100 എന്നുള്ളത് ഒരു 50 ആക്കുക. ഡെപ്ത് ഓഫ് ഫീൽഡ് എനേബിൾ ചെയ്യാൻ മറക്കരുത്. സാമുറായി വരുന്ന സമയത്ത് ഫോക്കൽ ലെങ്ത് നിന്ന് കുറച്ച് ഡെപ്ത് ഓഫ് ഫീൽഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. എന്നാലേ നമുക്ക് സാമുറായി എന്ത് ചെയ്യുന്നത് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മാങ്ങ മാഗ്നിഫൈ ചെയ്ത് കാണാനും ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിക്ക് ബ്ലേർഡായിട്ട് കാണാനും വേണ്ടിയിട്ടാണ്. ആക്ച്വലി നമ്മളൊരു ടെലിഫോട്ടോ ലെൻസാണ് ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഫോക്കൽ ലെങ്ത് കൂട്ടിയും കുറച്ചും കീ കൊടുത്തൊരു സിനിമാറ്റിക് വൈബ് കൊണ്ടുവരിക. ഓക്കെ, നമ്മുടെ ക്യാരക്ടറിനെ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ T പോസിലാണ് ക്യാരക്ടർ നിർത്തിയിരിക്കുന്നത്. ക്ലോത്ത് സിമുലേഷനായിട്ടാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഈ T പോസിൽ നിർത്തിയിട്ട് നമ്മൾ പുള്ളിക്കാരനെ തുണി ഉൽപ്പിക്കണം. സാധാരണ സാമ്പിളുടെ ഡ്രസ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു റഫ് മോഡൽ ഉണ്ടാക്കുക. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ മാർവലസ് ഡിസൈനർ അല്ലെങ്കിൽ ഇതിലെ തന്നെ സ്വിവിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊക്കെ യൂസ് ചെയ്യുക. എനിക്കതൊന്നും വേണ്ട, കാരണം പുള്ളിക്കാരൻ ഗസ്റ്റ് റോളിൽ വന്നിട്ട് പോവുകയാണ്. ഇതിന് ശേഷം നമ്മുടെ ഈ തുണിയും ആർമേച്ചറും സെലക്ട് ചെയ്ത് Ctrl+P ഓട്ടോമേറ്റ് വെയ്റ്റ്സ് കൊടുക്കുക. നമ്മുടെ തുണി ഈ ബോൺസുമായിട്ട് ബൈൻഡ് ആയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി, ഇവിടെ വെർട്ടെക്സ് ഗ്രൂപ്പിൽ വന്ന് പുതിയൊരു വെർട്ടെക്സ് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് പിന്നിങ് എന്ന പേര് കൊടുക്കുക. എന്നിട്ട് വെയ്റ്റ് പെയിൻറ്റ് ഓപ്ഷനിൽ വന്ന് നമ്മുടെ ഈ തുണി ബോഡിയിൽ എവിടെയൊക്കെ കുറച്ച് ടൈറ്റ് ആയിട്ടിരിക്കണം എന്നുള്ളത് നോക്കി ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്തില്ലെങ്കിൽ പ്ലേ ചെയ്തുമ്പോൾ തുണി ഉരിപ്പോയി പുള്ളി കണ്ട നഗ്നത എല്ലാവരും കാണും. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ തുണി പിടിപ്പിക്കുക. ഇത് വെറുതെ അങ്ങ് പ്ലേ ചെയ്യരുത്. ക്ലോസ് സിമുലേഷന് കുറച്ച് സെറ്റിങ്സ് ഉണ്ട്, അത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക.
അതുപോലെ ബോഡി സെലക്ട് ചെയ്ത് കൊളിഷൻ എനേബിൾ ചെയ്യുക. നമ്മുടെ ഈ മാങ്ങ കഷ്ണമാക്കേണ്ടത് എങ്ങനെയാണെന്നറിയാവോ? തുടങ്ങും മുമ്പേ ഒരു എക്സ്റ്റൻഷൻ ആവശ്യമുണ്ട്. അതിൻ്റെ പേരാണ് ബോൾ ടോൾഡ്. സോ ഞാനൊരു സ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പ്ലെയിൻ സ്ലൈസ് ചെയ്യാൻ പാകത്തിന് അറേഞ്ച് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ പ്ലെയിനിന് ഞാനൊരു സോളിഡിഫൈ മോഡിഫയർ ആഡ് ചെയ്തിട്ട് തിക്നെസ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒരു അറേ മോഡിഫയർ കൂടി ആഡ് ചെയ്തു. സ്ലൈസ് ചെയ്യുന്ന രീതിക്ക് അലൈൻ ചെയ്ത് വെച്ചു. അടുത്തത് ഈ പ്ലെയിനും സ്ഫിയറും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. സ്ഫിയർ ആയിരിക്കണം ആക്റ്റീവ് ഒബ്ജക്റ്റ്. സൈഡ് പാനലിലെ എഡിറ്റ് ടൂൾ, ഇതാണ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ബോൾ ടൂൾ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ. ഇവിടെ ഒന്നാണ് അത് കിടക്കുന്നത്. ഇവിടെ വന്ന് സ്ലൈസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാങ്ങ കഷ്ണമാക്കാം. മാങ്ങയുടെ എഡിറ്റ് മോഡിലേക്ക് പോയി സെപ്പറേറ്റ് ലൂസ് പാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നും ഓരോ ഒബ്ജക്റ്റായി മാറും. ഈ ഓരോ സ്ലൈസസും നമ്മളൊരു എംപ്റ്റി ആക്സിസുമായിട്ട് പേരൻ്റ് ചെയ്യും. എന്നിട്ട് ഈ എംപ്റ്റി ആക്സിസ് നമ്മുടെ മെയിൻ മാങ്ങ അനിമേഷനുമായിട്ട് പേരൻ്റ് ചെയ്യും. അതെന്തിനെന്ന് വെച്ചാൽ ഈ സ്ലൈസസ് ഇൻഡിവിജ്വലി നമുക്ക് അനിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം കൂടി ഒരു എംപ്റ്റിയുമായിട്ട് പേരൻ്റ് ചെയ്തത്. ആ എംപ്റ്റീനെ വേണം നമ്മൾ മെയിൻ അനിമേഷനുമായിട്ട് പേരൻ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ആകാതെ കാര്യങ്ങൾ ചെയ്യാം. ഞാനൊരു അനിമേഷൻ മോഡിഫയറിനെ പറ്റി പറഞ്ഞില്ലേ, അതാണ് ഈ എലാസ്റ്റിക് മെത്തേഡ്. ഇതൊരു അനിമേഷൻ മോഡിഫയർ ആണ്. ഇതിവിടെ ഞാൻ എങ്ങനെ ഉപയോഗിച്ചെന്നറിയാമോ? നമ്മുടെ മാങ്ങ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ സ്ലൈസസിൻ്റെ അവസാനത്തെ കുറച്ച് കീ ഞാൻ സെലക്ട് ചെയ്ത് ഇൻ്റർപോളേഷനിൽ എലാസ്റ്റിക് ആക്കി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു റബ്ബർ ബാൻഡ് ഫീൽ, അതായത് ഒരു എലാസ്റ്റിക് ഫീൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഒരു ഭംഗിക്ക് ചെയ്തതേ ഉള്ളൂ. ടെക്സസ് സ്വിച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? സിനിമയിലെ ആക്ടറിനെ സ്വാപ്പ് ചെയ്ത് സ്റ്റണ്ട് ഡബിൾ കയറിയും തിരിച്ച് ആക്ടർ കയറുകയൊക്കെ ചെയ്യുന്ന ഒരു ട്രിക്കാണ്. ലൈക്ക് ഹെവി സ്റ്റണ്ട്സ് ഒക്കെ ചെയ്യുന്നത് ഡൂപ്പിളല്ലേ. അപ്പോൾ സീനിൻ്റെ ഏതെങ്കിലും ഒരു മറവ് പിടിച്ച് ഹീറോനെ ഡൂപ്പിനെ വെച്ച് സ്വാപ്പ് ചെയ്യും. ഇവിടെ ഞാൻ ഒരു പരിപാടി പിടിക്കുകയാണ്. അതിനെയും ഞാൻ ടെക്സസ് സ്വിച്ച് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഈ മാങ്ങാ കഷ്ണങ്ങൾ ജാറിലാകണ്ടേ, അതിനെ രണ്ടിനെയും ഒരിടത്ത് കൊണ്ടുവച്ചിട്ട് രണ്ടിനും റൊട്ടേഷൻ അനിമേഷൻ കൊടുത്തു. എന്നിട്ട് ഇവിടെ ഈ ഔട്ട്ലൈനറിൽ ഒരു കമ്പ്യൂട്ടറും ഒരു ക്യാമറയും കാണുന്നില്ലേ, രണ്ടും എനേബിൾ ചെയ്ത് വയ്ക്കുക. അതാണ് വിസിബിലിറ്റി. ഈ കറങ്ങുന്ന സമയം നോക്കി നമ്മൾ മാങ്ങയെ ഡിസേബിൾ ചെയ്യുകയും ജാറിനെ എനേബിൾ ചെയ്യുകയും ചെയ്യുന്നു. കാണിച്ചു തരാം. ഫസ്റ്റ് ഫ്രെയിമിൽ മാങ്ങ വിസിബിളാണ്. അതുകൊണ്ട് ഈ കമ്പ്യൂട്ടറിലും ക്യാമറയിലും വന്നൊരു കീ കൊടുക്കുക. തൊട്ടടുത്ത ഫ്രെയിമിൽ ഈ വിസിബിലിറ്റി ഓഫ് ചെയ്ത് വെച്ചിട്ട് ഐ പ്രസ് ചെയ്ത് കീ കൊടുക്കുക. അപ്പോൾ അത് അപ്രത്യക്ഷമായി. പക്ഷേ ഈ സമയം ജാറിൻ്റെ വിസിബിലിറ്റി ഓഫായിരുന്നു. മാംഗോ ഡിസേബിൾ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ്, 1-2 ഫ്രെയിം മുമ്പ് ജാറിൻ്റെ വിസിബിലിറ്റി ഓൺ ആക്കിയിട്ട് ഈ കമ്പ്യൂട്ടറിനും ക്യാമറയ്ക്കും കീ കൊടുക്കുക. ഈ ഒരു കൺസെപ്റ്റ് പിടികിട്ടിയാൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഫൈനലി ലൈറ്റിംഗ്. ഞാനിവിടെ ഒരു ആഡ് ഓണിൻ്റെ സഹായം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ബെറ്റർ ലൈറ്റിംഗ്. ഓൾസോ ക്യാമറയ്ക്ക് കൊടുത്തില്ല ഒരു കൺസ്ട്രെയിൻ ട്രാക്ക് ടു. സെയിം ട്രിക്ക് ഞാനൊരു ലൈറ്റിനും കൂടി ആഡ് ചെയ്തു. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഫൈനൽ ലുക്ക് കൊണ്ടെത്തിക്കും വരെ പോളിഷ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് ഫൈനൽ ലുക്ക് എത്രത്തോളം ബെറ്റർ ആകണോ അത്രത്തോളം ലൈറ്റ് ഉപയോഗിക്കുക. ഇനിയിപ്പോൾ ഒരു ലൈറ്റ് മതിയെങ്കിൽ അത് മതി. പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാണ് ഔട്ട്പുട്ട്. നോക്കൂ. എനിവേ 3000 സബ്സ്ക്രൈബറായി. 5000 ആണ് എൻ്റെ ടാർഗറ്റ്. തൽക്കാലം ഗിവ് അവേ ഒന്നുമില്ല. ഒരു 50,000 ഒക്കെ ആകുമ്പോൾ ചെയ്യാം. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു?